2024 തൃശ്ശൂർ ജില്ലയിലുണ്ടായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ട ധനസഹായം ലഭിക്കാൻ ബാക്കിയുള്ള 248 ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിക്കാൻ തീരുമാനിച്ചു. പിന്നെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർപേഴ്സണായിട്ട് റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ അവരെ നിയമിച്ചു. നമ്മൾ വേറെ പുതിയ ചില കാര്യങ്ങൾ അത് മന്ത്രിസഭാ യോഗത്തിലല്ല, 2026-27 സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട വികസന ഫണ്ടിൻ്റെ ഒന്നാം ഗഡു 2029,15 രൂപ നൽകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ സർക്കാർ മൂന്നാം ഗഡു നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾക്കായുള്ള തുക മുനിസിപ്പാലിറ്റികൾക്ക് 136 കോടിയും കോർപ്പറേഷനുകൾക്ക് 188 കോടിയും അധികമായി നൽകും. 16ാം ധനകാര്യ കമ്മീഷന്റെ അർബൻ റൂറൽ ഗ്രാന്റുകളിലെ അസന്തുലിതാവസ്ഥ സംസ്ഥാനത്തെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കുമായിട്ട് 312 കോടി രൂപ അധികമായിട്ട് നൽകുന്നത്. അതുപോലെ പാചക തൊഴിലാളികളുടെ വേതനം 44 കോടി അനുവദിച്ചു. ഇപ്പോൾ വർദ്ധിപ്പിച്ച ഇതടക്കം 2 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിൽ എത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. കാലവർഷ കെടുതിയെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം 462 ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ 27,048 പേര് ക്യാമ്പിലുണ്ട്. അതിൽ പത്തനംതിട്ടയിലെ 157, ആലപ്പുഴയിലെ 81, കോട്ടയത്ത് 154. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത്. മറ്റതെല്ലാം 10 ബന്ധപ്പെട്ട് മാത്രമാണുള്ളത്. നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മരണങ്ങൾ 26 ആണ്. 11 പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. 4 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ 1882 ഹെക്ടർ കൃഷി സ്ഥലത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു 67.44 കോടി രൂപ ഇപ്പോഴത്തെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നഷ്ടമുണ്ടായിട്ടുണ്ട്. 67.44 കോടി രൂപയാണ് പ്രാഥമിക റിപ്പോർട്ട് നാശനഷ്ടങ്ങളുടെ. ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി കൂടും. ഇപ്പോൾ ഉള്ളത് ടോട്ടൽ നാശനഷ്ടം 1882 ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. കൃഷിനാശത്തിൻ്റെ ക്രോപ്പ് ഏരിയ ഡാമേജ് ആയിട്ടുള്ളത് അത് 23,537 കർഷകരെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൂടി ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും 2 ലക്ഷം രൂപ CMDRF-ൽ നിന്നും 2 ലക്ഷം രൂപ PMNRF-ൽ നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. അതുപോലെ ഈ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും, അത് ഞാൻ പ്രത്യേകം പറയുന്നു, ഇപ്പോൾ കുറേ ആളുകൾ വന്ന് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ക്യാമ്പിലെ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടല്ല കൊടുക്കുന്നത്. ക്യാമ്പിൽ വരാത്തവർക്കും വീട്ടിൽ വെള്ളം കയറിയവർക്ക് കൊടുക്കും. ക്യാമ്പിൽ വന്നു എന്നതിൻ്റെ പേരിൽ വീട്ടിൽ വെള്ളം കയറിയിട്ടിലേക്ക് കൊടുക്കില്ല. അങ്ങനെ ഒരു തെറ്റായ ധാരണ പരക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും വില്ലേജ് ഓഫീസറുടെ ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കാരണം അവിടെ വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഈ ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും ഒക്കെ ഉണ്ടായ സ്ഥലത്ത് അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീടിനുമാണ്. 10 ലക്ഷം, അത് 12 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു 300 രൂപ വെച്ച് ഒരു കുടുംബത്തിലെ ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വെച്ച് ഡെയിലി കൊടുക്കും. അതുപോലെ അവർക്ക് അല്ലല്ല, അത് അവിടെ ഈ വീട്ടിൽ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇങ്ങനെ വെള്ളം കയറി പ്രയാസപ്പെട്ടവർക്ക്, അതേപോലെ തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയി അവിടെ താമസിക്കാൻ പറ്റാത്തവർക്ക്, അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ പുതിയ വീട്ടിലോ അല്ലെങ്കിൽ ആ വീട് റെഡിയാവുന്നതുവരെ താമസിക്കാൻ വേണ്ടിയിട്ട് മാസം റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതെടുത്തിട്ടുണ്ട്.
അത് വീട്ടിൽ വെള്ളം കയറി ആകെ ഇതെല്ലാം നാശനഷ്ടം സംഭവിച്ചവർക്കാണ്. ഒരു കുടുംബത്തിലെ 2 പേർക്ക്. അങ്ങനെയാണ് നേരത്തെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇനി നമ്മൾ പുതിയതായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രോപ്പ് അസിസ്റ്റൻസ്, അതായത് കൃഷിനാശം ഉണ്ടായാലുള്ള നഷ്ടം വളരെ തുച്ഛമായ തുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 2.5 ഏക്കർ സ്ഥലം, 1 ഹെക്ടർ സ്ഥലം നെൽകൃഷി നാശം ഉണ്ടായ 13,500 രൂപയാണ്. അങ്ങനെ പലതിനും വളരെ ചെറുതാണ്, കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുക ചെറുതാണ്. പക്ഷെ അത് നമ്മൾ 25% വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. 25%. അത് നമ്മൾ തന്നെ, സ്റ്റേറ്റ് തന്നെ കൊടുക്കും 25%. പിന്നെ പുതിയതായിട്ട് ചെയ്യുന്നത് ഇതുവരെ കൊടുക്കാത്തതാണ്. ധാരാളം കടകൾ വെള്ളം കയറി നശിച്ച് അവരുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി അങ്ങനെ വെള്ളം കയറി കടകൾ നശിച്ചവർക്ക് ഓരോ കടയ്ക്കും 10,000 രൂപ പ്രത്യേകമായി കൊടുക്കാൻ തീരുമാനം പുതിയതായിട്ട്. ധാരാളം കടകളുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും ബാക്കിയുള്ള സ്ഥലത്തും ഈരാറ്റുപേട്ടയിലും പല സ്ഥലത്തും ഭയങ്കര സങ്കടമാണ്. 2018-ലും 2019-ലും ഒക്കെ വെള്ളം കയറി നശിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഉപജീവന മാർഗമാണ്, സാധാരണക്കാരായ ആളുകളാണ് കൂടുതലുള്ളത്. അതൊരു പുതിയ തീരുമാനമാണ്. ഇതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല. പുതിയ തീരുമാനം, ഒരു 10,000 രൂപ കൂടി അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ MSMEകൾക്ക്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഉജ്ജീവന സോഫ്റ്റ് ലോൺ സ്കീം അത് നമ്മൾ നടപ്പാക്കും. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് SMEകൾക്കുണ്ട്, ട്രേഡ് നടത്തുന്നവർക്കുണ്ട്, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിനുണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം സ്റ്റേകൾക്കുണ്ട്, പിന്നെ ഈ പ്രളയം ബാധിച്ച ക്ഷീര കർഷകർക്കുണ്ട്, കിസാൻ കാർഡ് ഹോൾഡേഴ്സിനുണ്ട്, പിന്നെ ഈ പക്ഷികളെ, ഈ താറാവിനെയൊക്കെ വളർത്തുന്ന പോലുള്ള ഇത് വളർത്തുന്നവർക്കുണ്ട്, തേനീച്ച കർഷകർക്കുണ്ട്, ടൂറിസ്റ്റ് വെഹിക്കിളിൻ്റെ ഓണേഴ്സ് ഉണ്ട്, അതുപോലെ കൊമേഴ്സ്യൽ വെഹിക്കിളിൻ്റെ ഓണേഴ്സ് നാശനഷ്ടം ഉണ്ടായാൽ അവർക്കെല്ലാമാണ് ഈ സോഫ്റ്റ് ബാങ്ക് ലോൺസ് കൊടുക്കുന്നത്. അത് നമ്മൾ ഒരു 12 ലക്ഷം രൂപ വരെ ആണ് ഈ ലോൺ നമ്മൾ ബാങ്കുകളുമായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സ്കീമാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, 12 ലക്ഷം രൂപ വരെ കൊടുക്കുമ്പോൾ 25% ലോൺ എമൗണ്ടോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയോ, ഏതാണ് ചെറുത്? 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ, അല്ലെങ്കിൽ 25% ലോൺ എമൗണ്ട്. ഏതാണ് ചെറുതെന്ന് പറഞ്ഞാൽ അത് മാർജിൻ മണിയായിട്ട് ഗവൺമെൻറ് ബാങ്കിലേക്ക് കൊടുക്കും, 3 ലക്ഷം രൂപ. ഇനി ചിലർക്ക് അതല്ല വേണ്ടത്, അവർക്ക് ഓപ്ഷനാണ്. മാർജിൻ മണി വേണ്ടെങ്കിൽ 5 കൊല്ലത്തേക്ക് അവരുടെ ഈ ലോണിൻ്റെ 9% പലിശ സർക്കാർ ബാങ്കിലേക്ക് നൽകും. അതാണ് ആ സോഫ്റ്റ് ലോൺ സ്കീം എന്ന് പറയുന്നത്. മൂന്നാമത്, ഇതിൻ്റെ തൊട്ട് മുമ്പ് ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് കൂടി ഈ 9% ആ പലിശ 5 വർഷത്തേക്ക് കൊടുക്കാൻ. ഇങ്ങനെ ഒരു 3 തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ട്, സോഫ്റ്റ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് എടുത്താൽ. തീരപ്രദേശത്ത് വലിയ നാശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പരമാവധി സ്ഥലത്ത് കടൽ ഭിത്തി പണിയാനുള്ള സ്കീമുകളൊക്കെ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് ജിയോ ബാഗുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പരാതിയാണ്, ഈ പുനർഗേഹം പദ്ധതിക്ക് തുച്ഛമായ തുകയാണ് കിട്ടുന്നത്, അവർക്ക് ഭയങ്കര പ്രയാസമാണ്. ആ പദ്ധതി ഒരു പുതിയ പദ്ധതിയായിട്ട് അത് ഉടൻ തന്നെ അത് പ്രഖ്യാപിച്ചു. അവർക്കുള്ള സഹായം, അവരുടെ പരാതികൾ പരിഹരിച്ച്, മത്സ്യത്തൊഴിലാളികളുടെ ആ പദ്ധതിയെക്കുറിച്ചുള്ള പരാതികളെല്ലാം പരിഹരിച്ച് തുക വർദ്ധിപ്പിക്കുന്ന കാര്യം അതിൻ്റെ പ്രപ്പോസൽ തരാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ളൊരു പുതിയ പദ്ധതി അവർക്ക് വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് പ്രഖ്യാപിക്കും. ഇതാണ് അതെ ഭവന പദ്ധതി. പിന്നെ അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനം നിങ്ങൾക്ക് കിട്ടിക്കാണും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ശക്തമായ മഴയ്ക്കും, ഓഗസ്റ്റ് 5-6 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ്. 5-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കാസർഗോഡും. 6-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം. യെല്ലോ അലർട്ട് 5-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറമാണ്. ബാക്കി 6-ാം തീയതി ബാക്കി ജില്ലകളിലും ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വില്ലേജ് ഓഫീസുകളിൽ നിന്ന് കളക്ട് ചെയ്ത് വരുമല്ലോ. കൃഷിനാശത്തിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട് അതിന്.
ആ നഷ്ടം ഉണ്ടായിരിക്കുന്ന കടകളുടെ എണ്ണം തരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതൊന്ന് ഇപ്പോൾ വീട്ടിൽ വെള്ളം കയറിയവർക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ 10,000 രൂപയാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം ഈ ലോണിൻ്റെ ഈ സോഫ്റ്റ് ലോൺ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഇതിലാണ് ചെറിയ കടക്കാർ തൊട്ടുണ്ട് മീഡിയം. ഞാനതാണ് പറയാൻ പോകുന്നത്. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട പദ്ധതി നമ്മുടെ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. അതിൽ ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ, അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോൺ ആയിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ട് ഡാമുകളിലെ മണൽ മാറ്റും. കാരണം ഡാമുകളിൽ നന്നായി മണലും ചെളി അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ കുറച്ച് നിരന്തരമായി പെയ്തു കഴിഞ്ഞാൽ ആ ഡാമുകൾ നിറഞ്ഞു കവിയുന്ന സ്ഥിതി വരും. ഇപ്പം മഴ പെയ്യായിരുന്നത് കൊണ്ടാണ് നമ്മളൊരു 50%, 52% ഒക്കെ ആയിട്ട് ഡാമിലെ ജലശേഖരം നിൽക്കുന്നത്. അപ്പോൾ ഡാമിലെ ഡീസിൽറ്റ് ചെയ്യും. അതോടൊപ്പം നദികളിൽ 2018 അടിഞ്ഞിരിക്കുന്ന മണ്ണാണ് ഈ പ്രശ്നം. മണ്ണും ചെളിയുമാണ്. മണ്ണും ചെളിയും വേസ്റ്റും ഒക്കെ കെട്ടിക്കിടക്കുകയാണ്. നമുക്ക് പലതരത്തിൽ അത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ മഴ പെയ്താൽ അപ്പം തന്നെ ഫ്ലഡഡ് ആവുകയാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ജലസേചന വകുപ്പും കൂടി ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഴ മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇത് അടുത്ത വർഷം ഇത് വരാൻ വേണ്ടി കാത്തിരിക്കാതെ, നമ്മളിപ്പോൾ റൂം ഫോർ റിവർ എന്നും പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ നദികളിലെ ഈ മണലടിഞ്ഞിരിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യും. അത് നീക്കുമ്പോൾ തന്നെ നമുക്കൊരു 50-60% പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഡാമുകളിലെ മണൽ ഡീസിൽറ്റ് ചെയ്യുമ്പോഴും ഈ പുഴയിലെ മണൽ നീക്കുകയും ചെയ്യുമ്പോഴേക്കും വലിയ വ്യത്യാസം ഉണ്ടാവും. വളരെ പ്രശ്നമാണ്, വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം 90ഓളം ഷട്ടറുകൾ തുറന്നിട്ടാണ് കുട്ടനാട് ഇത്രയെങ്കിലും ഉണ്ടായുള്ളൂ എന്ന് പറയാൻ പറ്റുന്നത്. അത് തുറക്കും. വേമ്പനാട് കായലിൽ ഡ്രഡ്ജ് ചെയ്യേണ്ടി വരും. അതുപോലെ പമ്പയിലും വ്യാപകമായിട്ട്, അതാണ് പമ്പയിലെ പ്രശ്നമാണല്ലോ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ വിഷയം ഉണ്ടാകുന്നത്. അത് വളരെ ശ്രദ്ധിക്കും. പിന്നെ ഡാം മാനേജ്മെൻറ്റിന് ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ. ഇപ്പം ഡാം മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ ഡാമിലേക്കുള്ള വെള്ളത്തിൻ്റെ ഇൻഫ്ലോ, അതിൻ്റെ ഔട്ട്ഫ്ലോ, കാച്ച്മെൻ്റ് ഏരിയയിലെ മഴയുടെ അളവ്, ആ മഴ പെയ്യാനുള്ള സാധ്യത, പിന്നെ റിവർ വാലിയിലെ താഴെയുള്ള റിവർ വാലിയിലെ വെള്ളത്തിൻ്റെ നില, അവിടെ മഴ പെയ്യാനുള്ള സാധ്യത, ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഡാം മാനേജ്മെൻറ്റ്. ഡാം തുറക്കുകയും അത് ഏറ്റവും ഫലപ്രദമായി അതൊരു AI ഡ്രിവൺ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാം മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി നമ്മൾ ചെയ്യും. അതിൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. കാരണം നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടും അതിനുമ്പോൾ നാസ അനാലിസിസും നമ്മൾ നിയമസഭയിൽ കൊണ്ടുവന്നാണ്. ഇതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയിട്ട്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളം ഒരു വളരെ ശ്രദ്ധിക്കേണ്ട, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അറബിക്കടലും പഴയതുപോലെയല്ല, വലിയ മാറ്റമുണ്ടായി ഓക്കിക്കെല്ലാം ശേഷം. ഇതെല്ലാം കണക്കാക്കിയിട്ടുള്ള ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള, ഏറ്റവും ശാസ്ത്രീയമായും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം, നമ്മുടെ ഒരു സ്വപ്നം, ആഗ്രഹം, അത് ഇന്ത്യക്ക് തന്നെ മോഡലായിട്ടുള്ള ഒരു റെസീലിയൻസ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണമെന്നാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു പോളിസിയും പ്രഖ്യാപിക്കും, അത് നടപ്പിലാക്കുകയും ചെയ്യും. അല്ല, സ്വാഭാവികമായിട്ട് അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഡേൺ ആക്കുവാണ്. ഇപ്പോൾ ഉള്ളത് പോരല്ലോ, നമുക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്ത് കുറേ കൂടെ ബെറ്റർ ആക്കി ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ച് ചെയ്യുകയാണ്. നല്ലൊരു ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യും. നല്ലൊരു ടീം, ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ അതിന് സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട്. അവർ പല സ്ഥലം, ഇപ്പോൾ ക്ലൈമറ്റ് പ്രഡിക്ഷനിൽ വലിയ നല്ല പ്രിസിഷനുള്ള ആളുകൾ, കൃത്യമുള്ള ആളുകൾ, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ എക്സ്പേർട്ടുകൾ തുടങ്ങിയ സ്ഥലത്ത് പല സംസ്ഥാനങ്ങളും കുറേ അഡ്വാൻസ് ചെയ്തു.
ഇപ്പോൾ ഒറീസയൊക്കെ നമുക്ക് ഓർമ്മയില്ല, 78-ൽ സൈക്ലോൺ ഉണ്ടായപ്പോൾ 1.5 ലക്ഷം പേര് മരിച്ചെന്നാണ് പറഞ്ഞത്. എത്ര പേര് മരിച്ചെന്നൊരു കണക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു 2-3 കൊല്ലം മുമ്പ് ഒരു സൈക്ലോൺ ഉണ്ടായപ്പോൾ അവരുടെ കാഷ്വാലിറ്റി 2 കുറയ്ക്കാൻ പറ്റി. ഒറീസ പോലുള്ള ഒരു പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം പോലും ഇക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയി. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അത് അല്ല ആ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ബാക്ക്വേർഡ് സ്റ്റേറ്റുകളിൽ ഒന്നായിരുന്നു അവർ, ഇല്ലേ? അവരവിടെ നിന്ന് അവരുടെ സിസ്റ്റം, കാരണം ഇപ്പോഴും ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമായിരുന്നു ഒറീസ. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേക്ക് വായിച്ച് നമുക്കറിയാവുന്ന ഭയങ്കര മാറ്റമാണ്. ഞങ്ങൾ ഒരുപാട് മോഡൽസ് കൂടി എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലോക്കലൈസ് ചെയ്ത് കേരളത്തിൻ്റെ ടോപ്പോഗ്രഫിയും മറ്റ് കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് ഉള്ള ഏറ്റവും ഒരു ഫലപ്രദമായ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അല്ല, നമുക്കത് ചെയ്യേ മതിയാവൂ. കേരളം അത് ചെയ്തേ മതിയാവും. ഞാനിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്യാത്തതിനെ കുറിച്ച് കുറ്റപ്പെടുത്തലല്ലോ ഇപ്പോഴത്തേത്. നമുക്ക് ചെയ്യണമായിരുന്നു. കാരണം ഓക്കി കഴിഞ്ഞിട്ടുണ്ടായ ഒരു വലിയ മാറ്റം, ഈ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് ഉണ്ടായ മാറ്റം പരിശോധിക്കണം. ഞങ്ങൾ അന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒരു പൊളിറ്റിക്കൽ സാധനമായിട്ടല്ല ഈ IPCC റിപ്പോർട്ടും. കേരളത്തിലുണ്ടായ മാറ്റമാണ്. ആ മാറ്റത്തിനനുസരിച്ച് കേരളം തയ്യാറെടുപ്പ് നടത്തണം. നമ്മൾ പറഞ്ഞല്ലേ, ഇപ്പം റൂം ഫോർ റിവർ എന്നുള്ള ആശയമൊക്കെ നല്ലതാണ്, പക്ഷെ നടപ്പാക്കാൻ പറ്റിയില്ലല്ലോ നമുക്ക്. അതല്ലേ പ്രശ്നം. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ പറയാനൊന്നുമില്ല എനിക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതാണ്. നിങ്ങളിപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി, എന്നിട്ട് വേറെ വിഷയത്തിലേക്ക് കിടക്കാം പ്ലീസ്. ഒരാൾ ചോദിക്കും. അങ്ങ് ചോദിക്കും. ഉറപ്പായിട്ട് ഇത് അതിൻ്റെ ഭാഗമാണ്. ലാൻഡ് ഓഡിറ്റിങ് നടത്തണം. കുറേ സ്ഥലങ്ങൾ, റിവർ സ്ഥലങ്ങൾ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ പുഴയിലേക്ക് വരുന്ന ഈ വെള്ളം വരുന്ന കനാലുകൾ, തോടുകൾ, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു രജിസ്ട്രിയുടെ കാര്യം കഴിഞ്ഞാൽ ഞാൻ ക്യാബിനറ്റിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞില്ലേ, അതിൽ ഇതുകൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അല്ല, അത് വളരെ പ്രസക്തമായ ചോദ്യം അങ്ങ് ചോദിച്ചു. ഉറപ്പായിട്ട് അത് പരിശോധിക്കും. പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. നമ്മൾ ഫ്ലഡ് മാപ്പിംഗ് ഉൾപ്പെടെയുള്ള നടത്തുമ്പോൾ ഇത് പരിശോധിക്കുകയും ചെയ്യും. ഞങ്ങളത് ആ അസറ്റ് രജിസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രത്യേകതകളല്ലേ, നദികൾ, തടാകങ്ങൾ, അതുപോലുള്ള കൈവഴികൾ, കനാലുകൾ, ഇതൊക്കെ വലിയ ഇതാണ്. അത് നമുക്ക് ചെയ്യാം. ഞാൻ എല്ലാ സ്ഥലത്തും അതിന് പോയിട്ടില്ലല്ലോ. അതെന്താണെന്നറിയാമോ, ഞാൻ ആറന്മുളയിലും ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നമുണ്ടായ ആറന്മുളയിലും അതുപോലെ റാന്നിയിലും ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ള തിരുവല്ലയിലാണ് പോയത്. ഞാൻ കോന്നിയിലും പോയില്ല, അടൂരും പോയില്ല. അടൂരും ഉണ്ടായിരുന്നു ഞാൻ. അല്ല, അത് ഞങ്ങളെ MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല. ആ മീറ്റിങ്ങിൽ എല്ലാ ജില്ലാ കളക്ടറെയും ചാർജുള്ള മന്ത്രിയെയും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കരുതെന്നോട് പറഞ്ഞു മീറ്റിംഗ്. കാരണം ഞാൻ പണ്ട് 2018 ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും മീറ്റിംഗ് നടക്കുമ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ യോഗത്തിന് മന്ത്രിമാരും നേതാക്കന്മാരും എല്ലാവരും വരുമ്പോൾ മീറ്റിങ്ങിന് വിളിക്കുന്നതിന് എതിരായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. കാരണം അത് അവിടുത്തെ സിസ്റ്റത്തെ ബാധിക്കും. അതുകൊണ്ട് ജില്ലയിലെ ഹെഡ് മാത്രം, കാരണം അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജില്ലാ കളക്ടർമാരുടെ മീറ്റിങ്ങിൽ കൂടുതൽ അധികാരം കൊടുത്തു. അത് ഫോർ ദ ടൈം ബീങ് ഇത് സെറ്റിൽ ചെയ്യാൻ പൈസ കൊടുത്തു. നേരത്തെ ആവശ്യത്തിന് പൈസയുണ്ട്. ഇനി അതല്ല, ഇനി ഭക്ഷണത്തിന് കൂടുതൽ പൈസയായി, ടോയ്ലറ്റ് ഇല്ല, ബയോ ടോയ്ലറ്റ് കൊണ്ടുവരണം. എന്ത് തീരുമാനം എടുക്കാനും ജില്ലാ ഭരണകൂടത്തിന് പൂർണ്ണമായ അധികാരം കൊടുത്തു. അവരെന്ത് തീരുമാനം എടുത്താലും അത് റാറ്റിഫൈ ചെയ്തോളാം. കാരണം ഈ ക്യാമ്പുകൾ 150 പേരിൽ കൂടുതൽ ക്യാമ്പിൽ വന്നപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. അപ്പം 150 പേരിൽ കൂടുതലുള്ള ക്യാമ്പുകൾ, രണ്ടാമത്തെ ക്യാമ്പുകൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കുറേ പ്രശ്നമുണ്ട് ഇല്ലേ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ആശുപത്രികളിലെ ആളുടെ എണ്ണം കൂടി, അവിടെയും സ്റ്റാഫിൻ്റെ ഷോർട്ടേജൊക്കെ പല ഹെൽത്ത് അവരത് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഡോക്ടർമാരുടെ ക്യാമ്പുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ആ ജില്ലകളിലെ
ഈ സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഇപ്പം എല്ലാ ആശുപത്രികളിലും മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്, എല്ലാ സ്വകാര്യ ആശുപത്രികളിലെ മെഡിക്കൽ ക്യാമ്പ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നേരിട്ട് പരിശോധിച്ചാണ്. MLA-മാരെ ആരെയും ആ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നില്ല, കുറച്ച് പേര് വന്നു, അത്രയേ ഉള്ളൂ. അല്ല അല്ല ഇതൊന്ന് തീർത്തോട്ടെ, ഇത് ഫ്ലഡ് ഒന്ന് തീർത്തോട്ടെ. ഒരു സ്ഥലത്തുനിന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടോ, ഒന്ന് ലൈറ്റ് ഇലക്ട്രിസിറ്റി അറേഞ്ച്മെന്റ്സ് കറക്റ്റായിട്ട് ഉണ്ടോ, ടോയ്ലറ്റുകൾ കറക്റ്റായിട്ടുണ്ടോ, മെഡിസിൻസ് ഉണ്ടോ, ഡോക്ടർമാരുടെ ക്യാമ്പ് ഉണ്ടോ, അവർ രാവിലെയും വൈകുന്നേരവും അവിടെയുള്ള രോഗികളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ പരിശോധിക്കുന്നുണ്ടോ, ഈ കൃത്യമായിട്ട് ഒരു പരാതി പത്രം ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഇന്നലെ ഒരു പരാതിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. പക്കയായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെ നിരാശപ്പെടുത്തല്ലേ. അവർ പല ദിവസവും പലരും ഉറങ്ങിയിട്ട് പോലുമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും, എല്ലാം ഡിസ്പോസ് ചെയ്യും. മാത്രമല്ല ഇപ്പോൾ സർക്കാർ ആശുപത്രി ഇല്ലാത്ത സ്ഥലത്താണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ. ഗുരുതരാവസ്ഥയിലുള്ള ആളെ ഇനി കോട്ടയത്തേക്കോ പത്തനംതിട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേക്ക് ഏറ്റവും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോ. ആ സ്വകാര്യ ആശുപത്രിയിലെ ബില്ലാണെങ്കിൽ പോലും അത് തീർത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നേരിട്ട് തന്നെ മീറ്റിങ്ങിലും കൊടുത്തു, ഞാൻ നേരിട്ട് പോയും കൊടുത്തു. അല്ല അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. ഇപ്പം നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം മാറ്റാൻ പറ്റില്ലല്ലോ. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഷട്ടർ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഷട്ടർ തുറന്നുകൊണ്ടാണ് അവിടെ എല്ലാം മറ്റേ തണ്ണീർമുക്കത്തും മറ്റ് എല്ലാ സ്ഥലത്തും ഷട്ടർ തുറന്നുകൊണ്ടാണ്. എന്നാലും അപ്പർ കുട്ടനാട് നമുക്കറിയാമല്ല, പ്രശ്നബാധിതമായ സ്ഥലമാണ്. ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കാം, അത് പറഞ്ഞല്ലോ. സൗജന്യ പദ്ധതി സർക്കാരിന്റെ ഏറ്റവും പ്രീമിയം പ്രോജക്റ്റുകളൊന്നാണ്. അവിടെ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപകരമായ. ഞാനത് മന്ത്രി അതിനെക്കുറിച്ച് വിശദീകരണം നൽകി. അദ്ദേഹം തെറ്റുപറ്റിയിരുന്നതിൽ ഖേദവും പ്രകടിപ്പിച്ചു. പിന്നെ ഇനി അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. അല്ലല്ല, അവിടെ ഏറ്റവും നന്നായിട്ടാണ് അത് ചെയ്തത്. ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി അവിടെ നന്നായിട്ട് ചെയ്തു. നമ്മൾ വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. 2 മാസം ഞങ്ങൾ വന്ന ഉടനെ തന്നെ പ്രീ മൺസൂൺ മീറ്റിംഗ് എല്ലാം വിളിച്ചു കൂട്ടി. ജില്ലാ കളക്ടർമാരോട് നോക്കാം, ഹൈവേ കുറിച്ച് പേടിയുണ്ടായിരുന്നു. എല്ലാ ജില്ലാ കളക്ടർമാരോട് ഹൈവേയുടെ കുഴപ്പമുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കാൻ പറഞ്ഞു. ഇതുപോലത്തെ പ്രദേശങ്ങൾ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പ്രത്യേകമായിട്ടുള്ള ഇത് കൊടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചത് ആണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ ലിജുവിൻ്റെ മന്ത്രി ലിജുവിൻ്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി, അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പം അദ്ദേഹം വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിൻ്റെ ഫോണിൽ നമ്പർ കിടക്കുന്നുണ്ട്. എവിടെ? എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പകര സംവിധാനം ഒന്നുമില്ല. പകരം MLA-ക്ക് തന്നെ ചെയ്യാമല്ലോ. MLA-ക്ക് തന്നെ ഉണ്ട് അവിടെ. ജില്ലാ കളക്ടർ കൊടുക്കും. അങ്ങനത്തെ ഒരു വിഷയം അവിടെയല്ല. വെള്ളം കയറിയ സ്ഥലത്ത് വേറെ ക്യാമ്പിലേക്ക് മാറ്റും. ഞാൻ പറഞ്ഞല്ലോ 150 പേര്, അതൊന്നും ഒരിക്കലും ഉണ്ടായില്ല. 1500 പേരുടെ ക്യാമ്പ് പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 150 പേരിൽ ക്യാമ്പ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വേണ്ട, അടുത്ത സ്ഥലത്തേക്ക് ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എത്ര രൂപ ചിലവായാലും ഒരു ഇതില്ലാന്ന് ജില്ലാ ഭരണകൂടത്തിൽ അവിടെ ചാർജുള്ള മന്ത്രി 2 പ്രാവശ്യം വിളിച്ചു. ഇപ്പോൾ 3ാമത്തെ മീറ്റിംഗ് ഇന്ന് രാവിലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജുള്ള മന്ത്രി എവിടെ പരാതി പറഞ്ഞാൽ കുട്ടനാട് MLA അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ 2 മീറ്റിംഗിലും കുട്ടനാട് MLA പങ്കെടുത്തിട്ടുണ്ട്. ഓരോ യോഗം നടക്കുന്നത് പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു നിക്ഷേപകരാണ്, ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോകുന്നു. അത് രഹസ്യയാത്രയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി ഉള്ളിടത്തൊന്ന് കാണാൻ പറ്റുന്നത്? അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം
എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസരം. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട വേറെ ഒന്നും. എവിടെയാണ്? ആ ഉറപ്പായിട്ടും അത് അറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുള്ള മന്ത്രി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം അങ്ങനെ വരുമ്പോൾ അവർക്കൊരു വീട്ടിൽ താമസിക്കാൻ പറ്റാവുന്ന സമയം വരെ അവർക്ക് റെന്റ് കൂടി കൊടുത്ത് വീട് താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് പരിശോധിക്കുകയും ചെയ്യും, നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ജന്മനാ കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചെവി കേൾക്കില്ല, കാലിന് പ്രത്യേക പരിഗണന. തീർച്ചയായിട്ടും അങ്ങനത്തെ ഏത് കേസ് നമ്മൾ വന്നു കഴിഞ്ഞാലും പരിശോധിക്കും. ഇന്നലെ അതുപോലെ കഴിഞ്ഞ 2018 പ്രളയത്തിൽ 7 കടകൾ നഷ്ടപ്പെട്ട് പിന്നീട് വലിയ ക്യാൻസർ രോഗിയായി മാറി ആയ എബിയുടെ കഥ മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. കോടതിയിൽ നിന്ന് പോലും ഡയറക്ഷൻ കൊടുത്താണ് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി കിട്ടിയിരുന്നു. അത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. അങ്ങനത്തെ ഏത് വിഷയം വന്നാലും അപ്പോൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. പ്രത്യേകമായ ചികിത്സ കൊടുക്കേണ്ട കുട്ടികൾക്ക് കൊടുക്കും. പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയ ആളുകൾക്ക് ഒരു വലിയ പ്രോജക്റ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. നോ ബാരിയേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സിംഗിൾ കേസ് ഇപ്പോൾ കുട്ടികളുടെ പലയിടത്തും വന്നു. കുട്ടികൾക്ക് അഡ്മിഷൻ ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് അവിടെ MBAക്ക് അഡ്മിഷൻ കിട്ടി. MBAക്ക് അഡ്മിഷൻ അവിടെ കിട്ടുകയെന്ന് വെച്ചാൽ റിട്ടൺ ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് ആണ് കിട്ടുന്നത്. അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഫിസിക്കലി ഡിസേബിൾഡ് ആണെന്നല്ല, 70% ഡിസേബിൾഡാണ്. പക്ഷെ ക്ലാസ് മുകളിലാണ്, കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ക്ലാസ് താഴേക്ക് ആക്കിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ അവിടെ ഒരു ലിഫ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് BPCL കൊണ്ടിട്ട് നമ്മളൊരു CSRL പ്രോജക്റ്റും കൊടുത്തു. അതേപോലെ തന്നെ ഒരു ഹയർ സെക്കൻഡറിക്ക് ഫുൾ A+ ഉള്ള ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ പ്രശ്നം വന്നു. അത് ലാബ് മുകളിലാണ്, ആ ലാബ് താഴേക്ക് ആക്കിച്ചു. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ, അത് അങ്ങനെ ഒറ്റപ്പെട്ട കേസുകൾ മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്താൽ പോരാ. കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതുപോലത്തെ ശ്രദ്ധയിൽ നമ്മളിപ്പോൾ ഈ വൈകുന്നേരമൊക്കെ വരാൻ പോകുന്ന ആളുകൾ കാണുമ്പോൾ ചിലത് നമ്മൾ വിചാരിക്കും ഇൻഡിവിജ്വൽ കേസാണെന്ന്. അപ്പോൾ 10 പേര് ഒരേപോലത്തെ കാര്യങ്ങൾ വന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇൻഡിവിജ്വൽ കേസല്ല, കോമൺ കേസാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കേസൊക്കെ കോമൺ കേസ്. ഇപ്പോൾ റെയർ ഡിസീസിൻ്റെ മരുന്ന് പുറത്തുനിന്ന് വരുവാണ്. 30 കോടി 40 കോടിയാണ്. എങ്ങനെ ഏത് കുടുംബത്തിന് പറ്റും വരുന്നത്? അപ്പം നമ്മളതിന് പുറത്തുനിന്ന് മരുന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ 10-1 ചിലവാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് സിംഗിൾ കേസല്ല. ചിലപ്പോൾ അതേപോലത്തെ ഒരേപോലത്തെ കേസുകൾ വരുമ്പോൾ അതൊരു കോമൺ മാറ്റർ. അപ്പം നമ്മുടെ ഓഫീസിൽ നമ്മൾ CMOയിൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം കേസുകൾ കോമൺ കേസായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അത് പരിശോധിച്ചിട്ട് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ടും അതിൽ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യം ചെയ്യും. അതായത് നമ്മൾ ഈ പെറ്റീഷൻ മേടിച്ച് വയ്ക്കുക, പെറ്റീഷൻ എടുത്ത് വയ്ക്കുക, നോക്കാമെന്ന് പറയുക എന്നല്ല. അത് ഓരോന്നും പരിശോധിച്ചിട്ടുള്ളൊരു വലിയ സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ പറ്റും. കാരണം ഡാഷ്ബോർഡ് കൂടെ വെച്ച് ഡാറ്റ ഡ്രിവൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ഫോൺ കോളും ഉണ്ട്, ചിലപ്പോൾ നമ്മുടെ ഒരു ഉത്തരവുമുണ്ട്. ഈ വർഷങ്ങളായി ഒന്നാം ഘട്ട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആധുനിക തുറമുഖം തരുമെന്നാണ്. ആധുനിക തുറമുഖം തന്നതുമില്ല. ഈ മുതലപ്പൊഴി ഇത് ദുരന്തമാണ്. അടയ്ക്കുക. ഇവിടെ ആധുനിക തുറമുഖം മുതലപ്പൊഴിയെ സംബന്ധിച്ചിട്ടുള്ള അടിയന്തര തീരുമാനം ഉണ്ടാവും. അടുത്ത ആഴ്ച മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഫാദർ യൂജിൻ പരേരയുടെ നേതൃത്വത്തിൽ അവിടുത്തെ വൈദികർ വന്ന് അവിടെ കണ്ടിരുന്നു. ഞാൻ നേരത്തെ പല പ്രാവശ്യം പോയിരുന്നു. മുതലപ്പൊഴിക്ക് അത്യാവശ്യമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിക്കും, പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. അതായത് ഷോർട്ട് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ആഴ്ച തന്നെ ചെയ്യും. ലോങ് ടൈമിൽ മുതലപ്പൊഴിയിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതുകൂടി ഏർപ്പെടുത്തും. മുതലപ്പൊഴി ഗവൺമെന്റിന്റെ പ്രത്യേക പരിഗണനയിലുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ മുഴുവൻ പറയുന്ന പ്രധാന ആരോപണം എല്ലാ പത്രസമ്മേളനങ്ങളിലും കേരളത്തിലെ മുഖ്യമന്ത്രി കളവ് പറയുന്നുവെന്നാണ്. അങ്ങനെ മുഖ്യമന്ത്രി കളവ് പറയുന്നു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് 6 മാസക്കാലം എനിക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ എന്താണ്? എനിക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ എന്തായിരുന്നു? 6 മാസം. അവർക്കെന്തോ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി AK സെന്ററിൽ അവർക്കെതിരെ. അപ്പം ഞാൻ പറഞ്ഞു അവരെ മാറ്റരുതെന്ന് പറഞ്ഞു.
കാരണം അവരാണ് എനിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ആ ക്യാമ്പയിൻ ഇലക്ഷൻ കഴിഞ്ഞിട്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യങ്ങളിലും അവർ തുടരട്ടെ. കാരണം കേരളത്തിലെ ജനങ്ങൾ അതിന് നല്ല വിധി എഴുതി മറുപടി കൊടുത്തിട്ടുണ്ട്. എനിക്കെതിരെ വ്യക്തിപരമായി നടത്തി വിവാദ അവസാനിപ്പിക്കാൻ ചോദ്യം. അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൊച്ചിയിലേക്ക് പോയത് ഇൻവെസ്റ്റേഴ്സിനെ കാണാനെന്നാണ്. എന്ന് പറഞ്ഞത് കൊച്ചിയിൽ പോകുമ്പോൾ അവരെ കണ്ടു എന്നാണ്. ഇത് ഏതാണ് ശരി? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഇനി നോ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി ഒന്നുമില്ല പറഞ്ഞു. അതോടൊപ്പം തന്നെ മുതലപ്പൊടിയിലെ 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ഇന്ന് 6 ദിവസമായി. പക്ഷെ അവിടേക്ക് വകുപ്പ് മന്ത്രി പോലും തിരിഞ്ഞു നോക്കുന്നില്ല. രക്ഷാപ്രവർത്തനം ഊർജിതമല്ല എന്നുള്ളതാണ് ആ കുടുംബങ്ങൾ പറയുന്നത്. അവർ വലിയ പ്രതിഷേധത്തിലാണ്. അവിടെ തെരച്ചിലിനായിട്ട് മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റ് ഗാർഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഴക്കടലിൽ തെരച്ചിൽ നടത്താനായി കോസ്റ്റ് ഗാർഡിന്റെ വെസലുണ്ട്, നേവിയുടെ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെത്തി തെരച്ചിൽ നടത്തിയിരുന്നു. ഇതുകൂടാതെ കോസ്റ്റൽ ഗാർഡിന്റെ വിഴിഞ്ഞം സ്റ്റേഷൻ കമാൻഡറിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് കുളച്ചല്ല ആഴക്കടലിലും അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നോർത്ത് അവിടെയും തെരച്ചിൽ നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററും ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. കുടുംബത്തിന്റെ സങ്കടമാണ്. പക്ഷെ ആ കുടുംബങ്ങൾ പറയുന്നത് വകുപ്പ് മന്ത്രി എന്നൊരാളുണ്ട്. പക്ഷെ ആ മന്ത്രിക്ക് നിങ്ങളത് ഞങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് സന്ദർശിക്കാൻ ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്കറിയാലോ. തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ. അത് നമുക്കറിയാലോ. തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങയുടെ നാട്ടിലെ ഇപ്പോൾ MP ഗവൺമെന്റ് സംസാരിക്കുകയാണ് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചിത്രത്തിനെതിരെയാണ് അങ്ങയുടെ ബിനാമികൾക്ക് പുനർജനി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. പുനർജനി പദ്ധതി ക്ലീൻ ചിത്രമല്ല, അത് തെറ്റായ നടപടിയാണെന്നാണ് അദ്ദേഹം അവിടെ അങ്ങയുടെ നാട്ടിലാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു അന്വേഷണവും ഒരു നടപടിയും ഇത് സംബന്ധിച്ചെടുത്തിട്ടില്ല. എല്ലാ ഫൈൻഡിങ്ങും നടത്തിയത് കഴിഞ്ഞ സമയത്ത്. നിങ്ങളിതൊന്ന് അറിയണം. 2020 ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിയമസഭയിൽ ഒരു ആരോപണം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അന്നത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അങ്ങൊരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ വിജിലൻസ് അന്വേഷണം നടത്തി. എൻ്റെ ആവശ്യമായിരുന്നു, ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ട് അന്വേഷണം നടത്തിയിട്ട് ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് ഗവൺമെന്റ് കൊടുത്തു. അന്ന് അത് അംഗീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പരാതി ആയിട്ട് ഒരാൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ച് ആ പരാതി തള്ളി. രണ്ടാമത് അതിന് അപ്പീലായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഹൈക്കോടതി. അത് ആ ഡിവിഷൻ ബെഞ്ച് തള്ളി. കേട്ടോളാം. പിന്നീടാണ് ഞാൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. പ്രതിപക്ഷ നേതാവായി വരുമ്പോഴാണ് 2023 നേരത്തെ അന്വേഷിച്ച് തള്ളിയ കേസ് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും ഒരു പരാതി വാങ്ങി വീണ്ടും അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം വിജിലൻസ് റിപ്പോർട്ടാണ് 14/6/2023 രജിസ്റ്റർ ചെയ്ത കേസിൽ 7/9/24 വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? എൻക്വയറി കുഡ് നോട്ട് ഡിസ്കവർ എനി എവിഡൻസ് ടു സസ്റ്റെയിൻ ദി അലിഗേഷൻ. The inquiry so far could not reveal any evidence and also the allegations could not sustain in evidence. ഇത് ഞാൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ളതല്ല, 7/9/2024 റിപ്പോർട്ടാണ്. ഇനി വീണ്ടും അതിലെ വിജിലൻസ് നടത്തിയ റിപ്പോർട്ടിൽ 2 വിജിലൻസ് ഡയറക്ടർമാർ റിപ്പോർട്ട് കൊടുത്തു. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചിറ്റാണ്. അതായത് PC ആക്ട് എനിക്കെതിരെ ഈ അലിഗേഷൻ അന്വേഷിച്ചതിൽ നിൽക്കില്ല എന്ന് ഒരു വിജിലൻസ് ഡയറക്ടർ. അപ്പോൾ പറഞ്ഞു FCRI അന്വേഷിക്കാൻ പ്രകാരം തീർക്കരുതല്ലേ, ഞാൻ പ്രതിപക്ഷ നേതാവാണല്ലോ, തീർക്കരുതല്ലേ, FCRI വയലേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു FCRI വയലേഷനും ഇല്ലെന്നും പറഞ്ഞ് രണ്ടാമത്തെ വിജിലൻസ് രണ്ട് വിജിലൻസ് ഡയറക്ടർമാരെ ഞാൻ സ്വാധീനിച്ചെന്ന് പറയരുത്. രണ്ടാമത്തെ വിജിലൻസ് ഡയറക്ടർ രണ്ടാമത് FCRI അന്വേഷണം നടത്തി. FCRI നിലനിൽക്കില്ല, ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വയനാട് ഞങ്ങളുടെ ക്യാമ്പ് നടത്തുന്ന ദിവസം അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് CBI അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടല്ലോ, ഞാൻ പേടിച്ചു പോയി. ഉടനെ CBI അന്വേഷണം ഏർപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. CBI അന്വേഷണം ഇതിനകത്ത് നിലനിൽക്കുക. കാരണം വിജിലൻസിനൊരു കേസ്
രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റാത്തൊരു കേസിൽ CBI അന്വേഷണം നിലനിൽക്കില്ലെന്നുള്ള നിയമോപദേശം ഗവൺമെൻറ്റിന് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം നിന്നിട്ട് ഇത് തീർക്കാതെ, എന്നുവെച്ചാൽ എല്ലാ റിപ്പോർട്ടും കിട്ടിയിട്ട് ഇത് തീർക്കാതെ ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 26/5/2026 ഡയറക്ടർ, വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുന്നത് എന്താ? ആസ് സ്റ്റേറ്റഡ് എർലിയർ, there is no vigilance angle revealed in the case and so no action is due from this department in this regard. Hence further action in this regard may be dropped. എന്ന് അപ്പോൾ എല്ലാ അന്വേഷണം നടത്തി എല്ലാ റിപ്പോർട്ടും കൊടുത്തത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷെ ആ റിപ്പോർട്ട് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു പുകമറ ഉണ്ടാക്കി എനിക്കെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എനിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. ആയിരുന്നല്ലോ, ക്ലിയർ ആയില്ലേ ഇപ്പോൾ? കാരണം ഞാനന്ന് പറഞ്ഞില്ല, ഞാനന്ന് ഒരിക്കലും ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ഞാൻ പറയില്ല. ഒരു ആരോപണം വന്നതാണ് എന്നായിരുന്നു എൻ്റെ വാക്ക്. എല്ലാവരും പറയും ഇത് രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്ന് എല്ലാവരും പറയും. രാഷ്ട്രീയം ഞാൻ പറഞ്ഞു അന്ന് ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഒരു ആരോപണം വന്ന് ഞാൻ തന്നെയല്ലേ പറഞ്ഞു അന്വേഷിക്കാൻ. മറ്റേ വിജിലൻസ് പറഞ്ഞപ്പോൾ വിജിലൻസ് അന്വേഷിക്കാൻ പറഞ്ഞു, CBI പറഞ്ഞപ്പോൾ CBI അന്വേഷിക്കും. അന്ന് പോയപ്പോൾ കാര്യമായ തുക സംഭാവനയായി ലഭിച്ചിരുന്നു. അത് ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളെ പറ്റി ക്ലാരിറ്റി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് സാധ്യതയില്ലാതെ പോകുന്നില്ല. അതൊക്കെ അവിടെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വിജിലൻസിന് കംപ്ലീറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടോ, അവിടെ എത്ര വീട് വെച്ചിട്ടുണ്ട്, ആ വീടിലെ അവരുടെ അഡ്രസ്, എത്ര വീട് വെച്ചിട്ടുണ്ട്, എത്ര പേർക്ക് അവിടെ ധനസഹായം കൊടുത്തിട്ടുണ്ട്. ഈ കടക്കാർക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം 2018 ഒന്നും കൊടുത്തില്ല. ഞാൻ 1600 കടകൾക്കാണ് അവിടെ നഷ്ടപരിഹാരം കൊടുത്തത്. കാലിത്തീറ്റ വരെ കൊടുത്തു, 50 ടൺ കാലിത്തീറ്റ വരെ കൊടുത്തു. അത് ഓരോ സ്പോൺസർഷിപ്പാണ്. ഈ പുനർജനിക്ക് ഇവിടെ മോഡൽ എന്ന് പറയുന്നത്, ഞാനതുകൊണ്ടാണ് അന്ന് ധൈര്യമായിട്ട് അസംബ്ലി പറഞ്ഞത് ഇത് നല്ല മോഡലാണെന്ന് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഒരു അക്കൗണ്ടും ഇല്ല. ഉദാഹരണത്തിന് വീട് വയ്ക്കാൻ ഒരാൾ വന്നാൽ നമ്മൾ ബെനിഫിഷ്യറിയെ പറഞ്ഞു കൊടുക്കും, അവർക്ക് വീട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ലോക്കൽ കോൺട്രാക്ടേഴ്സിൻ്റെ പാനലുണ്ട്, അവർക്ക് ആദ്യം 2 ലക്ഷം രൂപ കൊടുക്കും. അപ്പോൾ അവർ പണിയും. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അടുത്ത 2 ലക്ഷം രൂപ കൊടുക്കും, പിന്നെ ബാക്കി പൈസ കൊടുക്കും. അങ്ങനെയാണ് വീട് പണി പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ തയ്യൽ മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ ധാരണയിലാക്കി. അവർ പറഞ്ഞു ഇത് ഫ്ലഡിൻ്റെ റിലീഫാണ്, 100 തയ്യൽ മെഷീൻ ഞങ്ങൾക്ക് പൈസ തന്നാൽ ഞങ്ങൾ 110 എണ്ണം കൊടുക്കാമെന്ന്. അപ്പോൾ പല സ്ഥാപനങ്ങളും വന്ന്, റോട്ടറി ക്ലബ്ബുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾ വന്ന് 100 എണ്ണത്തിൻ്റെ പൈസ അവിടെ അടയ്ക്കും കമ്പനിയിൽ. ഞങ്ങൾ ബെനിഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് കാണിക്കും. എന്നിട്ട് ഈ ഡോണറിൻ്റെ സാന്നിധ്യത്തിൽ ഈ 110 പേർക്ക് ഞങ്ങൾ ഇത് കൊടുക്കും. അങ്ങനെയാണ് 1200 പേർക്ക് തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുത്തു, കൃഷിനാശം സംഭവിച്ചവർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം അതാണ്. ഇത് ഒരു മോഡലായിട്ടാണ് ചെയ്തത്. മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുകയും ഈ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏജൻസികളുടെ മാനേജ്മെൻറ്റ് ടെക്നിക്കൽ ഗൈഡൻസ് വാങ്ങിച്ചിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു MLA ചെയ്ത പ്രോജക്റ്റ്. എനിക്ക് അതിനകത്ത് അഭിമാനമുണ്ട്. അല്ലല്ല, നമ്മളിപ്പോൾ 1 കേരള മിഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ചെയ്താണ്. ബജറ്റിൽ വെറുതെ ഒരു ഇതല്ല. അതിൽ ഈ രംഗത്ത്, ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഇഷ്ടം പോലെ, ധാരാളം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന, ഓരോ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അവരെല്ലാം കൂടി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോർപ്പസ് ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യും. അതിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, ഒരു ഡോണർ 1000 രൂപ തന്നാൽ അതിൽ നിന്ന് 1 രൂപ പോലും ചെലവെടുക്കാതെ ഈ 1000 രൂപയും ബെനിഫിഷ്യറിയുടെ കയ്യിലെത്തിക്കും. അതായിരുന്നു പുനർജനി മോഡലും എത്തിക്കും. 1 രൂപ പോലും പോവില്ല. ചെലവ് നമ്മൾ വേറെ വഹിക്കും, ഗവൺമെൻറ് വഹിക്കും ചെലവ്. അവിടെ MLA വേറെ സംവിധാനം ഉണ്ടാക്കി ആ ചെലവ് വഹിക്കും. പിന്നെ ഈ ബെനിഫിഷ്യറി ആരാണെന്ന് ഡോണറിന് അറിയാൻ പറ്റിയെന്ന സംവിധാനം, ഇയാൾ അർഹതപ്പെട്ട ആളാണെന്ന്. ഇപ്പം ഞാനെനിക്ക് 200 തയ്യൽ മെഷീൻ റോട്ടറി ക്ലബ്ബുകളിലൂടെയൊക്കെ തന്നു. അപ്പം ഞാൻ പറഞ്ഞു, റോട്ടറി ക്ലബിനെ അവരുടെ സ്ത്രീകളുടെ സംഘടനയുണ്ട് ഇന്നർവീൽ, അവരോട് വന്ന് ഈ 200 വീടുകളും വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ 200 വീടുകൾ അവിടുത്തെ സ്ത്രീകൾ വന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ അവർ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് അവരുടെ കുടുംബങ്ങളെ ഉൾപ്പെടെയാണ് അവരോട് പറഞ്ഞു 300 എണ്ണം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം അത്ര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ 300 എണ്ണം കൂടി തന്നു. ഇതോരോ മോഡലാണ്. ഇപ്പം 2 കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഒന്ന്,
ഒരു ഡോണറും തരുന്ന പൈസയുടെ 1 രൂപ കുറയരുത്. 2, ബെനഫിഷ്യറിയെ സെലക്ട് ചെയ്യും. ഞാൻ എങ്ങനെ ബെനഫിഷ്യറിയെ സെലക്ട് ചെയ്ത്, ഒരു മാനേജ്മെൻറ്റ് സ്കൂളുണ്ട്, കോളേജ് കളമശ്ശേരിയിൽ, XIME സേവിയേഴ്സിൻ്റെയാണ്. അവിടുത്തെ 200ഓളം സ്റ്റുഡൻസ്, MPA സ്റ്റുഡൻസും അവിടുത്തെ അധ്യാപകരും വന്ന് സർവേ നടത്തിയിട്ടാണ്, ആ സർവേയുടെ റിസൾട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പോൾ കടകൾക്ക് വിതരണം നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ വ്യാപാരി വ്യവസായി സംഘടനകളുടെ ലെറ്റർ കൂടി വാങ്ങിച്ചു. അപ്പം പിന്നെ ഞങ്ങളുടെ ഒരു ടീം വിസിറ്റ് ചെയ്ത് നോക്കി. അങ്ങനെ 2-3 മാർഗങ്ങളിലൂടെ നമ്മൾ ആരെങ്കിലും തരുന്ന പൈസ പറ്റിക്കരുതല്ലോ, മറ്റവർ തട്ടിപ്പിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള നിങ്ങളൊന്ന് പഠിക്കുക, ആ സ്കീമൊന്ന് പഠിക്കുക. നിങ്ങളെന്നിട്ട് എഴുതാ അതിനെ പറ്റിയൊക്കെ. എൻ്റെ പേര് പറയണ്ട. അതെല്ലാം കറക്റ്റായിട്ടുണ്ട്, അതെല്ലാം വിജിലൻസിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, സർക്കാരിന്റെ കയ്യിലുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, എത്ര വീട് വെച്ചെന്ന് വരെ പറയും. നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രിന്റ് ചെയ്ത് എല്ലാ വീടുകളിലും എത്തിക്കുകയും ചെയ്തതാണ്. എല്ലാ വീടുകളിലും അന്ന് വച്ച വീടുകളുടെ എണ്ണം, കൊടുത്ത തയ്യൽ മെഷീനുകളുടെ എണ്ണം, കാർഷിക കടാശ്വാസം കൊടുത്തത്, കടകൾ നഷ്ടപ്പെട്ടവർക്ക് പൈസ കൊടുത്തത്. പശുവിന് തീറ്റ പോലും ഉണ്ടായിരുന്നില്ല. 50 ടൺ കാലിത്തീറ്റയാണ് മിൽമ ബൂത്തുകൾ വഴി, മിൽമ വഴി അന്ന് വിതരണം ചെയ്തു. ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല സംസ്ഥാനത്ത്. അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യം, കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് നഷ്ടപ്പെട്ടവർക്ക് ഉള്ള സാധനങ്ങൾ, ലാപ്ടോപ്പ്, അതുപോലെ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഫോണ്, ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്താണ്. എന്നിട്ട് എപ്പോഴും വന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കുക, എന്താണ് അവർ തരും, അവർ റിപ്പോർട്ട് തരും. അത് ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചതല്ല, ഓൾറെഡി അവിടെ ഉള്ളതാണ് ഹൈപ്പവർ കമ്മിറ്റി, ചീഫ് സെക്രട്ടറി ഇതായിട്ടുള്ളത്. അവരത് പഠിച്ച് ചെയ്യും. മാത്രമല്ല ഇതിനകത്ത് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ അനുമതി കൊടുക്കേണ്ടത്, സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ അതൊക്കെ കിട്ടി ധൃതി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാം പരിശോധിച്ച്, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഒരു ദോഷവും വരാതെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് നമ്മൾ ആ ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുമല്ലേ, കേസും കമ്മിറ്റിയും. നമ്മൾ അതിൽ നമ്മുടെ എക്സ്പേർട്ട് കമ്മിറ്റി മെമ്പറെ നമ്മൾ നിയമിക്കുന്നത് ഉൾപ്പെടെ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തലത്തിൽ കൂടിയുള്ള ചർച്ചയെക്കുറിച്ച് ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്താണ് അതിപ്പോഴല്ല അവർ അറിയിച്ചത്, 2022 അറിയിച്ചായിരുന്നു. 2022 അറിയിച്ചപ്പോൾ ആ സ്ഥലം റെയിൽവേയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് നോക്കിയത്. അവരന്നും പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞ ഒന്ന് തന്നെയാണ്. കാരണം അവർക്ക് ആവശ്യമില്ലെന്ന്, കോച്ച് ഫാക്ടറിയുടെ ആവശ്യമായിട്ടുള്ള കോച്ചുകൾ ബാക്കിയുള്ള ഫാക്ടറികൾ നിർമ്മിക്കുന്നുണ്ട്. ഇനി ഒരു പുതിയ കോച്ച് ഫാക്ടറിയുടെ ആവശ്യമില്ല. ഇപ്പോൾ റെയിൽവേ പറഞ്ഞിരിക്കുന്നത് അവരേതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ മിനിസ്റ്ററുമായിട്ട് നമ്മൾ സംസാരിക്കും. ഇതിപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അല്ല, ഇപ്പോൾ ഒരു വാർത്ത വന്നൊന്നല്ല. 2022 ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിച്ചത്. ഇപ്പം ശരിയപ്പോൾ എത്ര അതല്ല, നമ്മുടെ മുമ്പിൽ ഒരു വേക്കൻസി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നടപടിക്രമം പൂർത്തിയാക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതിക്ക് അതിൻ്റെ അകത്ത് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഹൈക്കോടതി എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിനെതിരായിട്ട് വിജിലൻസ് കേസ് ഇല്ലല്ലോ. വിജിലൻസ് കേസ് വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളുടെ പ്രൊമോഷൻ തടയണം. എന്തിന് ഒരാളുടെ പ്രൊമോഷൻ തടയണമെന്ന്? അത് സർക്കാർ അന്വേഷിച്ചിട്ടാണല്ലോ നടപടിയെടുത്തത്. അത് അന്വേഷിച്ചിട്ടാണ്. അതായത് സസ്പെൻഷൻ ഒരു അന്വേഷണ വിധേയമായിട്ടാണല്ലോ സസ്പെൻഡ് ചെയ്തേക്കുന്നത്. പ്രഥമ ദൃഷ്ട്യ ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കണ്ടു. കാരണം അവിടെ നിന്ന് മന്ത്രി കൊടുത്തതല്ല ഇതായിരുന്നു. അതായത് മനഃപൂർവ്വം ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്തതായിട്ട് പ്രഥമ ദൃഷ്ട്യ മനസ്സിലായതുകൊണ്ടാണ് നടപടിയെടുത്തത്. ഇനി അത് അന്വേഷണം പൂർത്തീകരിച്ചിട്ട് ചെയ്യും. സസ്പെൻഷൻ പണിഷ്മെന്റ് അല്ലല്ലോ. അവർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്ത ആള് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരത് പറയില്ലേ? അത് നാച്ചുറൽ അല്ലേ?
പോസ്റ്റ് ഇല്ലാത്ത സമയത്ത് ചെയ്താണ്. നമുക്ക് നോക്കാം, ഞങ്ങളത് പരിശോധിക്കാം. അവരെ വഴിയാധാരാക്കാൻ പറ്റില്ല. അതൊക്കെ ചെയ്ത ഒരുപാട് ക്രമക്കേടുകൾ ഇത്തരം കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇടാ ഇതേന്ന് നിങ്ങൾ ശബരിമല നെയ്യിനെ പറ്റിയും ചോദിച്ചില്ല, മറ്റേ PSC ക്രമക്കേടിനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അല്ല, ഞാൻ ശ്രദ്ധിക്കേണ്ടത്